CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പൊന്നിയൂർകുളം ഉപ്പുങ്ങലിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 3 കിലോ കഞ്ചാവുമായി യുവാവ് പിടിയിൽ. പെരുമ്പടപ്പ് സ്വദേശി മരക്കാരകത്ത് 42 വയസ്സുള്ള മുഹമ്മദ് റാഫിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്ന് 3 കിലോ 100 ഗ്രാം കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. എരുമപ്പെട്ടി കരിയന്നൂരിൽ സ്കൂട്ടറിടിച്ച് വഴിയാത്രക്കാരന് പരിക്കേറ്റു. പെരുമ്പിലാവ് ആൽത്തറ തേരാമംഗലത്ത് 80 വയസ്സുള്ള മുഹമ്മദിനാണ് പരിക്കേറ്റത്. ഇയാളെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പടപ്പ് ചെറവല്ലൂർ തെക്കേക്കെട്ട് പാടശേഖരത്തിന്റെ തകർന്ന ബണ്ട് പി നന്ദകുമാർ MLA സന്ദർശിച്ചു. ബണ്ട് ഉടൻ പുനർനിർമ്മിക്കാനും കൃഷിയിറക്കാനുള്ള സൗകര്യമൊരുക്കുന്നതിനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. CPM ചാവക്കാട് ഏരിയ സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് 14 വാർഡ് മൂസാപ്പള്ളി റോഡിന്റെ ഉദ്ഘാടനം MLA NK അക്ബർ നിർവഹിച്ചു. CPM മണലൂർ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ നടത്തി. വെള്ളറക്കാട് സെന്ററിൽ വഴിയാത്രക്കാർക്ക് ഭീഷണിയായി നീർക്കാക്കകൾ വസിച്ചിരുന്ന ആൽമരക്കൊമ്പുകൾ മുറിച്ചുമാറ്റി. കുന്നംകുളം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പഴയ പള്ളിയിൽ ദൈവമാതാവിന്റെ പുകഴ്ച പെരുന്നാൾ കൊടിയേറ്റം നടന്നു. ജില്ലാ ഗ്യാസ് ഏജൻസീസ് തൊഴിലാളി സഹകരണ സംഘത്തിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനവും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചോട്ടു ഗ്യാസിന്റെ വിതരണോദ്ഘാടനവും ചാവക്കാട് നടന്നു. ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം ജനുവരി 10-11 തീയതികളിൽ കുന്നംകുളത്ത് നടത്തുന്നതിന്റെ ഭാഗമായി സ്വാഗത സംഘ രൂപീകരണ യോഗം ചേർന്നു. 3ാമത് GK പിള്ള ഫൗണ്ടേഷൻ പുരസ്കാരം ഷാജി പട്ടിക്കരയ്ക്ക്. 2024 മികച്ച സിനിമാ സംബന്ധമായ ലേഖനത്തിനുള്ള പുരസ്കാരമാണ് സിനിമാ പ്രൊഡക്ഷൻ കൺട്രോളറും കഥാകൃത്തുമായ ഷാജി പട്ടിക്കരയ്ക്ക് ലഭിച്ചത്. മഹിളാ കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റി പെരുമ്പിലാവ് സെന്ററിൽ കൊടിമരം സ്ഥാപിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് MP ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയുടെ ഭാഗമായി ജില്ലയിൽ ആദ്യത്തെ കൊടിക്കാലാണ് പെരുമ്പിലാവിൽ നാട്ടിയത്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. കേരളോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടിപ്പിച്ച കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി. സൈനബ് ചാവക്കാടിന്റെ തീക്കോലങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പ്രശസ്ത എഴുത്തുകാരി മൈന ഉമൈബാൻ നിർവഹിച്ചു. മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിൽ ഗായക സംഘത്തിന്റെ നേതൃത്വത്തിൽ കരോളുസ് കാർമൻ എന്ന പേരിൽ ഓൾ കേരള കരോൾ ഗാന മത്സരം നടത്തി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ ദ്വിദിന ബാലവേദി പ്രവർത്തക പരിശീലന ക്യാമ്പിന് ഇരിങ്ങപ്പുറം SMUP സ്കൂളിൽ തുടക്കമായി. വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB കൂനമുച്ചി സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ചാലിശ്ശേരി സെന്റ് ലൂക്സ് CSI പള്ളിയിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കരോൾ സമാപിച്ചു. ചാലിശ്ശേരിയിൽ കിണറ്റിൽ നിന്നും അത്യുഗ്രവിഷമുള്ള 2 അണലികളെ അതിസാഹസികമായി പിടികൂടി. BSNL ഓഫീസിനു സമീപം ചീരൻ വീട്ടിൽ തോമസിന്റെ പറമ്പിലെ കിണറ്റിൽ നിന്നാണ് ഉഗ്രവിഷമുള്ള പാമ്പുകളെ പിടികൂടിയത്. തൃശൂർ വിമല കോളേജിൽ വെച്ച് നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 59 കിലോഗ്രാം വിഭാഗത്തിൽ MR റനീസ ഗോൾഡ് മെഡൽ നേടി. കുന്നംകുളം ചിറ്റഞ്ഞൂരിൽ മലമ്പാമ്പിനെ പിടികൂടി. ചിറ്റഞ്ഞൂർ ചാട്ടുകുളം റോഡിലെ പപ്പട നിർമ്മാണ കമ്പനിക്ക് സമീപത്തെ തോട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. 2 ദിവസങ്ങളിലായി പെരുമ്പിലാവ് അൻസാർ ക്യാമ്പസിൽ നടക്കുന്ന GIO സംസ്ഥാന മെമ്പേഴ്സ് മീറ്റിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.